നമ്മൾ ശ്രദ്ധിക്കുന്ന വിഷയം നമ്മുടെ ക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ ആഴം. കൃപയാൽ നമുക്ക് രക്ഷ ദാനമായി ദൈവം തന്നു. എൻ്റെ മുമ്പ് വെച്ചിരിക്കുന്ന ഈ അപ്പവും വീഞ്ഞ് ഞാൻ ജസ്റ്റ് ഇത് ഇലസ്ട്രേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. നമ്മൾ ഇതിൽ പങ്കെടുക്കുന്നവരാ. ഇതിൽ പങ്കെടുക്കുമ്പോൾ ദൈവവചനം സ്പഷ്ടമായി നമുക്ക് തരുന്ന താക്കീത് തന്നെ താനെ ശോധന ചെയ്യും. ഇന്നലെ ചോദ്യം വന്നായിരുന്നു, ഞങ്ങൾ പോകുന്ന സഭയിൽ ചെറിയ ചെറിയ കപ്പ, അതിൽ പങ്കെടുക്കണോ വേണ്ടായത്? ഞാനാണെങ്കിൽ എനിക്കത് തിരുമേശയല്ല, അതൊരു പ്രസാദം. അമ്പലത്തിലൊക്കെ കിട്ടുന്ന പ്രസാദമേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ മേശയല്ല, തിരുവത്താഴമല്ല. അത് ദൈവത്തിൻ്റെ മനുഷ്യനോട് ചെയ്ത ഉടമ്പടിയെ പരിഹസിക്കുക. അതുകൊണ്ട് അതിൽ എടുക്കാതിരിക്കുന്നതാ നല്ലത്. ദൈവം മനുഷ്യനോട് ചെയ്യുന്ന ഉടമ്പടിയെ പരിഹസിക്കുക. പണ്ട് ഒരു പാനപാത്രത്തിൽ നിന്ന് കുടിക്കാൻ പ്രയാസമില്ലാത്തവർ ഇന്നവർക്ക് ഒരു പാനപാത്രത്തിൽ നിന്ന് കുടിക്കാൻ കഴിയുന്നില്ല. അതിനവർ പറയുന്നത്, അതിനെ അവരുടെ നീതീകരിക്കുന്നത് അസുഖം പിടിക്കും. വിശ്വാസികളാണ് നമ്മളൊരു പാനപാത്രത്തിൽ നിന്ന് കുടിച്ചാൽ നമുക്ക് അസുഖം പിടിക്കും. അതാ അവരുടെ നീതീകരണം. അങ്ങനത്തെ ആൾക്കാരുമായി തിരുമേശ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവരുടെ മനസ്സ്, അവരുടെ ചിന്താഗതി ഇത് വേറെയാണ്. അവർ അങ്ങനെ ചെറിയ ചെറിയ പാനപാത്രമാക്കി വെക്കുമ്പോൾ തന്നെ അവർ വെളിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, നമ്മളൊരു ശരീരമല്ല. അതാ ആ തിരുമേശയിൽ അവർ പറയുന്ന തിരുമേശയിൽ ചെറിയ ചെറിയ കപ്പ്. ഞങ്ങൾ ഒരു ശരീരം അല്ല. ഒരു പാനപാത്രം നമ്മുടെ മുമ്പേ വെക്കുമ്പോൾ അത് വെളിപ്പെടുത്തുന്നത് എന്താ? നമ്മൾ ഒരു ശരീരം. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? എഴുതി തന്നിട്ടില്ല, എന്നാലും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിഷയത്തിൽ മുന്നോട്ട് പോകാം. ആർക്കും ക്വസ്റ്റ്യൻസ് ഇല്ലല്ലോ? ചോദിക്കാം. അതെ, എക്സോഡസ് 8. അതെ, അത് നമ്മളിപ്പം ഈ ചോദ്യം വന്നുകൊണ്ട് സിമ്പിൾ ഒരു കാര്യം, ക്രിസ്തു എൻ്റെ സബത്താകും, എൻ്റെ വിശ്രമ ദിവസം എന്ന് ആരംഭിച്ചു. ഇരുന്നാട്ടെ, ഞാൻ ക്രിസ്തുവെ എൻ്റെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച ആ ദിവസം എൻ്റെ സബത്ത് ആരംഭിച്ചു. കർത്താവ് ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, സബത്ത് മനുഷ്യനാണോ അതോ മനുഷ്യനെ സബത്തിന് വേണ്ടിയാണോ? എൻ്റെ വിശ്രമ ദിവസം ഒരു പ്രത്യേക ദിവസമല്ല. ഞാൻ ക്രിസ്തുവിൽ ആ സമാധാനം, ആ സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇനിയും ആ വിഷയം, ഇന്നലെ നമ്മൾ പഴയ നിയമമാണ് ശ്രദ്ധിച്ചത്. ഇന്ന് നമ്മൾ പുതിയ നിയമത്തിൽ എങ്ങനെ ആ പ്രമാണം മുഴുവനും ക്രിസ്തുവിൽ പൂർത്തീകരിക്കുന്നത്, അത് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും. സബത്ത് പറയുമ്പോൾ ഒരു പ്രത്യേക ദിവസം അല്ല. ഇന്നലെ നമ്മൾ ധ്യാനിച്ച പ്രമാണം പറഞ്ഞാൽ യാഗമർപ്പിക്കുന്നതല്ല, ആലയത്തിൽ പോയി ആചാരങ്ങൾ ചെയ്യുന്നതല്ല ന്യായപ്രമാണം. ന്യായപ്രമാണം പറയുമ്പോൾ അതിൽ 2 ഭാഗമുണ്ട്. ഒന്ന്, എൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവും പൂർണ്ണ ദൈവത്തെ സ്നേഹിക്കണം. ഇതാ പ്രമാണം. അതിൻ്റെ മറുഭാഗം, എൻ്റെ അയൽക്കാരനെ എൻ്റെ പോലെ തന്നെ സ്നേഹിക്കുക. ഇതാ ന്യായപ്രമാണം. യാഗം അർപ്പിക്കുന്നതല്ല ന്യായപ്രമാണം. അത് ന്യായപ്രമാണം ലംഘിച്ചുകൊണ്ട് ദൈവം കൊടുത്ത ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളുമാണ്. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ
ലംഘിച്ചുകൊണ്ട്. ലംഘിച്ചില്ലായിരുന്നെങ്കിൽ ആലയത്തിൻ്റെ ആവശ്യമില്ല, യാഗപീഠത്തിൻ്റെ ആവശ്യമില്ല, യാഗത്തിൻ്റെയും ആവശ്യമില്ല, ദൈവം മനുഷ്യവേഷം ധരിക്കേണ്ടിയും ആവശ്യമില്ല. ഇതെല്ലാം വേണ്ടി വന്നത് കാരണം ആദാമും ഹവ്വയും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ലംഘിച്ചു. കൽപ്പന വേറെ. കൽപ്പന ലംഘിച്ചതിൻ്റെ കാരണം എന്താ? ദൈവത്തെ പൂർണ്ണ ഹൃദയമായി എന്തോ ചെയ്യുന്നില്ല, സ്നേഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് കൃപയാൽ നീതീകരണം പ്രാപിച്ച നമ്മൾ ഈ ന്യായപ്രമാണത്തെ എത്ര ശ്രദ്ധിക്കേണ്ടതാ. ആ ന്യായപ്രമാണം നീങ്ങിയിട്ടില്ല, അത് നീങ്ങത്തില്ല. ന്യായപ്രമാണത്തിലുള്ള അതിൻ്റെ ലംഘിച്ചുകൊണ്ട് കിട്ടിയ ശിക്ഷ നമ്മുടെ പകരമായി ക്രിസ്തു കൊടുത്തു. അത്രയുമേ ഉള്ളൂ. ന്യായപ്രമാണം നീങ്ങിയിട്ടില്ല, അത് നീങ്ങത്തില്ല. ഒരു പുള്ളിയോ വള്ളിയോ മാറത്തില്ല. നമ്മൾ തെറ്റിദ്ധരിക്കില്ലേ, ക്രിസ്തു ക്രൂശിൽ മരിച്ചുകൊണ്ട് ഇനി ന്യായപ്രമാണം ഇല്ല. ന്യായപ്രമാണത്തിന് കൂടുതൽ ബലമാ കിട്ടിയേക്കുന്നത്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം വിശുദ്ധമാ, അത് നീതിയുള്ളതാ, അത് നല്ലതാണ്. പുതിയ നിയമത്തിൽ നമുക്ക് സ്പഷ്ടമായി വായിക്കാം. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത് എങ്ങനെ? ആ ന്യായപ്രമാണം നമ്മളെ വിധിച്ച ആ വിധി ക്രിസ്തു തൻ്റെ മേളിൽ എടുത്തുകൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെട്ടതാ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ രക്ഷപ്പെട്ടതാ. രക്ഷിക്കപ്പെട്ടതല്ല, രക്ഷപ്പെട്ടതാ. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ്? ഞാൻ രക്ഷപ്പെട്ടതാ, അതിൻ്റെ അടയാളമായത്. അതുകൊണ്ട് ഭയത്തോടും വിരയലോടും ഇതിനെ പരിഹസിക്കല്ലേ, ദൈവത്തെ ഓർത്ത് പരിഹസിക്കല്ലേ. ഇത് പങ്കെടുക്കുന്നവർക്ക് നല്ല തല്ലും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർ ബന്ധനവും പോരാട്ടവും എല്ലാം പറയുന്നത്. ആ ബന്ധനവും പോരാട്ടവും പൈശാചിക ബന്ധനങ്ങളല്ല, ഉടമ്പടിയെ പരിഹസിക്കുക. അതിന് ദൈവം വെറുതെ വിടത്തില്ല. ഇതിൽ വീഞ്ഞല്ല വിലപ്പെട്ടത് ഏതാ? നമ്മളോട് ചെയ്ത അതാ ഈ പാനപാത്രം കാണിക്കുന്നത്. ഈ പാനപാത്രത്തിൻ്റെ അകത്തുള്ള വീഞ്ഞ് ഈ ഉടമ്പടിക്ക് ചെയ്യാൻ കൊടുത്ത വിലയാ. അതാ ഈ വീഞ്ഞ്. നമ്മുടെ ശ്രദ്ധയ്ക്കായി ഗലാത്യർ 3:19-20 ഇന്നലെ വായിച്ച ആ വേദഭാഗം തന്നെ നമുക്ക് വായിക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 3. ഗലേഷ്യർ 3:19-20. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. ഒരുത്തൻ മാത്രം എങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല, ദൈവമോ ഒരുത്തൻ മാത്രം. ഒന്നുകൂടെ അത് വായിക്കാം. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. ഇനിയിപ്പം ഈ പ്രമാണം ഞാൻ അതിനെ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ ഇതാ. പ്രമാണം ഇത് മനുഷ്യനെ നോക്കി എന്തോ പറയുന്നേ, നീ ശപിക്കപ്പെട്ടവൻ, നിനക്ക് വിടുതൽ ഇല്ല, നിന്നെ വിടുവിക്കാൻ ആർക്കും കഴിയത്തില്ല. നമ്മൾ എത്ര മെഴുകുതിരി കത്തിച്ചാലും മുട്ടയിൽ എത്ര നിറങ്ങിയാലും ഞാൻ എത്ര നല്ല പ്രവൃത്തികൾ ചെയ്താലും ന്യായപ്രമാണം എന്തോ ചെയ്തില്ല, ക്ഷമിക്കത്തില്ല. അതിനെ ഒറ്റ ഒരു വാക്കേ ഉള്ളൂ ന്യായപ്രമാണം പറയാൻ, നീ ശപിക്കപ്പെട്ടവൻ. മനുഷ്യൻ ഒരു ആശയും ഇല്ല. ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് കാണാം. സ്ത്രീയുടെ സന്തതി വരും. വാഗ്ദത്തം ഇവിടെ എഴുതിയേക്കുന്ന അതിന്റെ ആ വാക്കില് വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം, വാഗ്ദത്തം ലഭിച്ച
സന്തതി. ഇനി നമുക്ക് റോമർ 8:3 പോകാം. പ്രാർത്ഥനയോട് നമുക്ക് ഈ വിഷയം ഒന്ന് ധ്യാനിക്കാം. റോമർ 8:3. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിനു ജഡത്തിൽ ശിക്ഷ വിധിച്ചു. സോ നമുക്ക് ക്രമേണ ആ വാക്യം ഒന്ന് വായിക്കാം. ഒന്നുകൂടെ വായിക്കാം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ അതിന്റെ അർത്ഥം എന്താ? ന്യായപ്രമാണം ഉണ്ടല്ലോ. ന്യായപ്രമാണം പറയുമ്പോൾ 613 ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ അതിനെ അനുസരിക്കുന്നുണ്ട്. എത്ര യാഗങ്ങളാ അർപ്പിക്കുന്നേ, ഒന്ന് ശ്രദ്ധിക്കണം. ആ യാഗപീഠത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര മൃഗങ്ങളെയാ മനുഷ്യൻ അറക്കുന്നത്. പാപം ചെയ്തിട്ടില്ലെങ്കിലും രാവിലെയും വൈകുന്നേരം എന്തുകൊണ്ട്? യാഗമുണ്ട്. ഞങ്ങളൊരു പാപം ചെയ്തിട്ടില്ല, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും എത്ര മൃഗങ്ങളെയാ മനുഷ്യൻ അറുത്തത്. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പ്രമാണം ഉണ്ടെങ്കിലും ഇതിനെ നിർത്താൻ, ഇത് ഒടുവിലത്തെ യാഗം, ഇനി ഞങ്ങൾക്ക് അർപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് പുരോഹിതന് പറയാൻ കഴിയത്തില്ല. അടുത്ത ദിവസം പിന്നെയും ഇന്നലെ ചെയ്തത് അത് തന്നെ ചെയ്യണം. ഇതിന് അവസാനമുണ്ടോ? ഇല്ല. കാരണം മനുഷ്യന്റെ അകത്ത് പാപം വസിക്കുന്നുണ്ട്. ഈ പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടാത്ത കാലം ഇതിന് ഒരു അവസാനം ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു വിഷയം, പാപമായിട്ട് നമ്മൾ കളിക്കല്ലേ. ഇത് ഒരു പ്രാവശ്യം പിടികൂടിയാൽ, പാപം നമ്മളെ പിടികൂടിയാൽ പിന്നെ വിടുതൽ എങ്ങനെ? അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ചിന്തകളിൽ നമുക്ക് ശ്രദ്ധയില്ല. ആവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പിടികൂടാൻ ആരാ കാത്തിരിക്കുന്നേ? നമ്മളെ ഒരു പ്രാവശ്യം വാണോണ്ടിരുന്ന പാപം അവസരം നോക്കി നിൽക്കുക. ഒരവസരം കിട്ടിയാൽ മതി, എനിക്ക് പിന്നെ പിടികൂടണം. പിടികൂടിയാൽ അതിൻ്റെ അടയാളം നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചല്ലോ. എന്തോ അകത്തുള്ളത്? മരണഭീതി. പിന്നെ മരണത്തെ കണ്ട് ഭയപ്പെടുക. ചോദിക്കുന്ന ഒരു സിമ്പിൾ ചോദ്യം, ഏത് അസുഖം വന്നോട്ടെ, ഏത് വിഷയം വന്നോട്ടെ, ഒരു ദൈവ പൈതലിന് എന്താ ഇത്രയും പേടി? ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ വെളിയിൽ കാണിക്കുന്നില്ലെങ്കിലും അകത്ത് എന്തുകൊണ്ട്? പറഞ്ഞാട്ട് ഒരു പേടിയുണ്ടെന്നേ. അതിൻ്റെ ഒരു ഉദാഹരണം, വീട്ടിൽ നിന്ന് പോവുക, കർത്താവെ വണ്ടിയെ രക്തത്താൽ മൂടണം. എന്താ? എൻ്റെ വീടിനെ രക്തത്താൽ മൂടണം. എന്താ? അകത്ത് എന്തുകൊണ്ട്? ഞാൻ വെളിയിൽ കാണിക്കുന്നില്ല, പക്ഷെ എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ നടപ്പിൽ സ്പഷ്ടമായി കാണാം അകത്ത് എന്തുകൊണ്ട്? ഒരു ഭയം കൊണ്ട്. ഈ പാപം വന്നാൽ മാത്രമേ ഈ ഭയം അകത്തുണ്ടാകത്തുള്ളൂ. ഒരു ദൈവ പൈതൽ മരണത്തെ നോക്കി വെല്ലുവിളിക്കുന്നവനാ, ഇല്ലേ? നമ്മുടെ പിതാക്കന്മാർ ഏത് പാട്ടാ എഴുതിയത്? മരണമേ. നമ്മുടെ പിതാക്കന്മാർക്ക് ഇങ്ങനത്തെ പാട്ട് എങ്ങനെ എഴുതാൻ കഴിഞ്ഞു? കാരണം അകത്ത് എന്തോ ഇല്ല, അവർ ആശുപത്രി പോകുന്നില്ലെന്നേ. നമ്മൾ ഇന്ന് ആശുപത്രി പോകുമ്പോൾ അതിനെ നീതീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ആശുപത്രി പോയവരോട് ചോദിച്ചാൽ മതി, ആര് പോയാലും അവരോട് ചോദിച്ചാൽ മതി. അവർ നമ്മുടെ പൈസ വലിക്കാനാണ് അവിടെ ഇരിക്കുന്നത്. ആശുപത്രി പോയ ഏത് വ്യക്തിയോട് ചോദിച്ചാൽ മതി. അവർക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ എന്തോ ചെയ്യണം? കാശ് മേടിക്കണം. സോ ഒരു ദൈവ പൈതൽ, എൻ്റെ ആശ്രയം ആശുപത്രി അല്ല,
ആശുപത്രി അല്ല. ഞാൻ ഞങ്ങളെ തന്നെ പുകഴ്ത്തുവാനല്ല പറയുന്നത്. പക്ഷേ ഒരു സിമ്പിൾ ഒരു കാര്യം, കോവിഡിൻ്റെ സമയത്ത് എൻ്റെ മുമ്പേ എത്ര വിശ്വാസികൾ വന്നേ. അവർ പറയുന്നത്, പാസ്റ്ററെ ഞങ്ങൾ കോവിഡ് പോസിറ്റീവാ, ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കണ്ടായോ? അല്ല, നിങ്ങൾ ആ മുറി നിൽക്കുക, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതല. നിനക്ക് കോവിഡ് ആയിക്കോട്ടെ, നിനക്ക് ഏത് അസുഖം ആയിക്കോട്ടെ, എനിക്ക് കിട്ടിയ നാമത്തിൽ എന്തോ ഉണ്ട്. ആ നാമത്തിൽ എന്തോ ഉണ്ട്? ശക്തി ഇന്നുമുണ്ടെന്നേ. നമുക്ക് കിട്ടിയ നാമത്തിൻ്റെ വില നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സാധാരണ ഒരു നാമം അല്ലല്ലോ. ഏത് വലിയ സാത്താൻ വന്നാലും, സാത്താൻ തനിയെ വന്നാലും, അവൻ്റെ പൂർണ്ണ സൈന്യത്തോട് വന്നാലും, എൻ്റെ കൂടെ വേറെ ആരുമില്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു നാമമുണ്ടെന്നേ, അത് മതിനേ. അവൻ്റെ പൂർണ്ണ സൈന്യത്തോട് അവൻ വന്നേക്കെങ്കിലും എനിക്ക് ഒരു നാമം എടുക്കാൻ അധികാരം കിട്ടിയിട്ടുണ്ട്. മറ്റവർക്ക് ആ നാമം എടുക്കാൻ അവർക്കറിയാം. യേശുവിൻ്റെ നാമം അവർക്കറിയാം. പക്ഷേ അവർക്ക് ആ നാമം എടുക്കാൻ അകത്തെന്തോ ഇല്ല, ആ പ്രാഗൽഭ്യം ഇല്ല. രോഗിയുടെ തലയിൽ നമ്മൾ കൈവയ്ക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ രോഗം വിട്ടുമാറാൻ കൽപ്പിച്ചാൽ ആ രോഗം മാറുമോ? പറഞ്ഞാട്ട് ആ പ്രാഗൽഭ്യം നമുക്കുണ്ടോ? നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, വിശ്വസിക്കുന്നവർ എങ്ങനെയാ? അവരെന്തോ ചെയ്താൽ ഇല്ല, ബൈബിളിലില്ല. എന്നാ വായിച്ചേ, എവിടാ? നിങ്ങളുടെ കയ്യിലുള്ള ആ വേദപുസ്തകത്തിൽ ആ വാക്യം വല്ലതും ഉണ്ടോ? വിശ്വസിക്കുന്നവർ ആശുപത്രി പോയി ഗുളി കഴിച്ചിട്ട് തിരിച്ചു വന്നാൽ കർത്താവ് സൗഖ്യമാക്കും. മർക്കുസ് 16:17-18 വായിച്ചേ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. പാസ്റ്റർമാരല്ല, പ്രവാചകന്മാരല്ല, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഭൂതത്തിന്റെ മുമ്പ് വിളക്കല്ല കത്തിക്കുന്നേ, അതിനെ എങ്ങനെയെങ്കിലും പ്രസാദിപ്പിക്കാനല്ല. മറ്റൊരു ഭൂതത്തെ ഇറക്കാൻ എത്ര ബന്ധപ്പെടുമ്പോൾ വിശ്വസിക്കുന്നവൻ എന്തുവാ പറയുന്നേ? യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങിപ്പോടാന്ന് പറയുമ്പോഴേ അതെന്തോ ചെയ്യും? പോകുമോ? പറഞ്ഞാട്ട് നമുക്ക് തന്നെ സംശയമാ. ഈ നാമം എടുത്താൽ വല്ല പ്രയോജനം ഉണ്ടെന്ന് നമുക്ക് തന്നെ സംശയമാ, ഇല്ലേ? എനിക്ക് കിട്ടിയ നാമത്തിൻ്റെ അധികാരം വിശ്വസിക്കുന്നവർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശ്വാസികൾ മുഖാന്തരം എത്ര അത്ഭുതങ്ങൾ നടക്കും. ഞാനൊന്ന് വിശ്വസിച്ചാൽ മാത്രം. സത്യമാണോ? പറഞ്ഞാട്ടെ. സംസാരം നിങ്ങളുടെ മുഖമൊക്കെ കണ്ടാൽ പാസ്റ്ററേ അതിപ്പം ഒന്നും നടക്കത്തില്ല. കാരണം എനിക്ക് തന്നെ എന്തോ ഇല്ല. ഒരു കാര്യം, കർത്താവിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ രോഗം സൗഖ്യമാകത്തില്ലെങ്കിൽ ഒട്ടേ ഒരു കാര്യമേ ഉള്ളൂ, യേശുവിൻ്റെ നാമത്തിൽ പാപത്തിൽ നിന്നും വിടുതലില്ല. അതാ യാഥാർത്ഥ്യം. പാപത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ആ നാമത്തിന് സകല രോഗങ്ങളിൽ നിന്നും ഇല്ലേ? പക്ഷെ ഞാൻ അതിന് നീതീകരണം പറയുന്നത്, നമുക്ക് ദൈവം ആരെ തന്നിട്ടുണ്ട്? പറഞ്ഞാട്ടെ, ഞാൻ കേൾക്കുന്നതാ. ദൈവം നമുക്ക് ഡോക്ടർമാരെ തന്നിട്ടുണ്ടല്ലോ. എന്നാൽ എനിക്ക് പറയാനുള്ള ഒരു വിഷയം, ദൈവം ഡോക്ടറെ തന്നിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറോട് ചെന്ന് നേരെ പറഞ്ഞാൽ മതി, ഡോക്ടറെ ഞാൻ വന്നതാ, എനിക്ക് ഡോക്ടറിൽ വിശ്വാസമില്ല, എനിക്ക് എൻ്റെ കർത്താവിലാണ് വിശ്വാസം, എന്നാലും ഞാൻ വന്നതാ. അന്നേരം ഡോക്ടർ എന്തോ പറയും? നിനക്ക് നിന്റെ കർത്താവിൽ വിശ്വാസമാണെങ്കിൽ പിന്നെ എന്നാ ഇങ്ങോട്ട് കയറി വന്നത്? പിന്നെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പറയുന്നത്, നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് സൗഖ്യം തന്നു. ഡോക്ടറോട് പറഞ്ഞ, ഡോക്ടറെ
ഈ കാര്യം ഡോക്ടറോടൊന്ന് പറയാമോ? ഡോക്ടറെ, നിങ്ങളല്ല എന്നെ സൗഖ്യമാക്കിയത്, എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കിയത്, ICUവിൽ ഇരുന്ന് പറയാമോ? ഇല്ലല്ലോ. എന്താ? എനിക്ക് കിട്ടിയ നാമത്തിൻ്റെ അധികാരം. ഇവിടെ ഭൂതങ്ങളെ പുറത്താക്കും, അതുമാത്രമല്ല പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് നമ്മൾ പറയുന്ന ഇതിൽ നിന്ന് കുടിച്ചാൽ ചിലപ്പോൾ അസുഖം പിടിക്കുന്ന ഇവിടെ എഴുതിയേക്കുന്നത്. നമുക്ക് ആരെങ്കിലും വിഷം തന്നാലും അവർക്ക് ഹാനി വരികയില്ല. വിഷം തന്നാലും, ഞാൻ ദൈവ പൈതലാ, രക്തം കൊടുത്ത് എന്നെ വാങ്ങിയതാ. ഇതിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്ത് കർത്താവിൻ്റെ മരണത്തെ ഓർക്കുമ്പോൾ ഇതിൽ നിന്ന് വല്ല അസുഖം പിടിക്കുമോ? വിഷം തന്നാൽ പോലും നമ്മളെ അങ്ങനെയാവുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. എനിക്ക് കിട്ടിയ രക്ഷയുടെ വില എനിക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാത്തത്, കാരണം മനുഷ്യന്റെ അകത്ത് എന്തുണ്ട്? പാപമുണ്ട്. അടുത്തത് അത് ചെയ്യുവാൻ റോമർ 8:3 ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിനു ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഇവിടെ ദൈവം തന്റെ പുത്രനെ അയച്ചു എന്ന് പറയുമ്പോൾ ബെത്ലഹേമിന്റെ പുൽത്തൊട്ടിയിൽ വന്നേക്കുന്ന ദൈവപുത്രനാണോ അതോ ദൈവം സ്വയമേ ആണോ? പറഞ്ഞാട്ട് ഒന്ന് ഉറക്കെ. വിശ്വാസികളാണോ? ഈ ബാബാമാരുടെ യോഗത്തിൽ പോണം. ആൾക്കാരോട് ചോദ്യം ചോദിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒന്നിച്ചാ പറയുന്നത് മറുപടി. നമുക്ക് സംശയമായതുകൊണ്ട് നമുക്ക് ഓൾറെഡി സംശയം, ആ ദൈവപുത്രനാണോ അത് ദൈവമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു മുസ്ലിം ഒരു സഹോദരൻ വന്നു, എന്നോട് പറയാ, യേശു ദൈവപുത്രനാണല്ലോ. ഞാൻ പറഞ്ഞു, അല്ലല്ലോ, ദൈവം തന്നെയാ. പിന്നെ എന്തിനാ നിങ്ങളുടെ ഈ ക്രിസ്ത്യാനികളെല്ലാം 25 ഡിസംബർ ആഘോഷിക്കുന്നത്? ഞാൻ പറഞ്ഞു, അത് ബൈബിളിലില്ല. പിന്നെ എന്തിനാ ഇവർ ഇതെല്ലാം ചെയ്യുന്നത്? സർവശക്തനായ ദൈവം സ്വയമേ, വായിച്ചാട്ടെ യെശയ്യാ 53:1 വാക്യം. യെശയ്യാ 53:1, ഐസയ്യാ 53:1. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്കു വെളിപ്പെട്ടിരിക്കുന്നു? ഒന്ന് നിന്ന് ആ വചന ദൈവം എന്തുവാ നമ്മളോട് അതീന്ന് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ കേൾപ്പിച്ചത്, അതിന്റെ അർത്ഥം ഈ പറയുന്ന ഈ വിഷയം സാധാരണ മനുഷ്യന് വിശ്വസിക്കാൻ കഴിയത്തില്ല. യഹോവയുടെ ഭുജം ആർക്കു വെളിപ്പെട്ടിരിക്കുന്നു? ഭുജം പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ കരം. ഇത് ആർക്ക് വെളിപ്പെട്ടു? നമ്മുടെ മുമ്പേ പുൽത്തൊട്ടിയിൽ ഒരു ചെറിയ ശിശു കിടപ്പുണ്ട്. ചെറിയ ശിശു. ഇത് യഹോവയുടെ ഭുജമാണോ? ക്രിസ്തു പറഞ്ഞാൽ ആര്? ക്രിസ്തു മുഖാന്തരം ദൈവം എന്തുവാ വെളിപ്പെടുത്തുന്നത്? യഹോവയുടെ ആരാ? ഭുജം, ബലമാ. നമ്മൾ സാധാരണ ദൈവത്തിന്റെ ഭുജം പറഞ്ഞാൽ ഇസ്രായേലികൾ ചെങ്കടൽ ക്രോസ് ചെയ്തപ്പം ചെങ്കടൽ 2 സൈഡും ഇങ്ങനെ നിന്നത്, അതാ ദൈവത്തിന്റെ ഭുജം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതൊന്നും അല്ല. യഹോവയുടെ ഭുജം ദാണ്ട് പുൽത്തൊട്ടിയിൽ നഗ്നനായി ഒരു ചെറിയ ശിശു കിടക്കുന്നത്. കരയ, പാല് വേണം, ആഹാരം വേണം. മറിയ 9 മാസം ഇതിനെ എന്തോ ചെയ്ത? സകല സൃഷ്ടിയെ വഹിക്കുന്നവൻ, തൻ്റെ ശബ്ദത്താൽ വഹിക്കുന്നവൻ, അവനെ മറിയ എന്തോ ചെയ്തു?
9 മാസം എന്തോ ചെയ്യുക? വഹിക്കുക. വിശ്വസിക്കാൻ കഴിയുമോ? ഇത് സർവശക്തനായ ദൈവമാണ്. മനുഷ്യൻ എന്തോ ചെയ്യാൻ കഴിയത്തില്ല, വിശ്വസിക്കാൻ കഴിയത്തില്ലെന്നേ. ദൈവം ഇങ്ങനെയാണോ? ഇത് ദൈവത്തിന്റെ ജ്ഞാനമാ, ദൈവത്തിന്റെ ഭുജമാ. വായിച്ച അതിന്റെ 2ാമത്തെ വാക്യം. അവൻ ഇളയ തൈ പോലെയും തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അതിന്റെ അർത്ഥം ഇളയ തൈ പോലെ പറഞ്ഞാൽ നമ്മൾ എത്ര ശ്രദ്ധയോട് വേണം ആ ഇളയ തൈയെ അതിനെ സൂക്ഷിക്കുവാൻ. ഇളയ തയ്യാ. അതുപോലെ തന്നെ ഈ കൊച്ചിനെ നോക്കിയാൽ കൈപ്പിടിച്ച് കയ്യിലെടുത്തോണ്ട് നടക്കണോ? സ്വയമേ നടക്കുമോ? പറഞ്ഞാട്ടെ. മറിയെ ആരെയാ കയ്യിൽ വഹിക്കുന്നേ? ഇളയ തയ്യാ. ആരാ? ഒന്ന് നമ്മൾ ഇതെല്ലാം നമുക്കിവിടെ അറിയാം. ഇവിടെ അറിയാം, ജ്ഞാനമുണ്ട്. പക്ഷെ ആ ജ്ഞാനം ശക്തിയായി മാറിയില്ലെങ്കിൽ പിന്നെ ഈ ജ്ഞാനം കൊണ്ട് പ്രയോജനം എന്താ? എനിക്ക് അറിവുത്രയുണ്ട്, പക്ഷെ എൻ്റെ നടപ്പിലോ എനിക്ക് വേണ്ടി, എനിക്ക് എൻ്റെ പകരമായി ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാത്തത് ചെയ്യുവാൻ ന്യായപ്രമാണം തന്നവൻ സ്വയമേ മനുഷ്യന്റെ വേഷത്തിൽ എവിടെ വന്നേക്കുക? പുൽത്തൊട്ടിയിൽ വന്ന് കിടക്കുക. ദൈവം മനുഷ്യനായതല്ല, ദൈവം പറഞ്ഞേ വേഷം ധരിച്ചതാ. ദൈവം മനുഷ്യനായതല്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം യൂസ് ചെയ്യുന്ന ആ എക്സാമ്പിൾ മനസ്സിലാക്കി തരാൻ. സപ്പോസ് ഇത് ദൈവം, ഒരു വ്യക്തി ദൈവമാകണമെങ്കിൽ 5 ഗുണങ്ങളുണ്ടായിരിക്കണം. ഒന്നാമത്തേത് പറഞ്ഞേ സർ, ആദ്യം നിത്യനായിരിക്കണം. നമ്മളെ ഇവിടെ ഇരിക്കുന്ന മനോജ് എൽദോ പാസ്റ്ററോ ബൈജു പാസ്റ്ററോ ദൈവമാകാം, പക്ഷെ ആദ്യത്തെ കണ്ടീഷൻ എന്താ? നിത്യനായിരിക്കണം. ആധാർ കാർഡിൽ എന്തോ വേണ്ട? ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാകാൻ പാടില്ല. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തോ ആകാനൊക്കത്തില്ല. നിത്യൻ പറഞ്ഞാൽ ഒരാരംഭവും ഇല്ല, ഒരാരംഭവും ഇല്ല. രണ്ടാമത്തെ ഇത് മുമ്പേ പഠിപ്പിച്ച വിഷയം ആയതുകൊണ്ട് ഞാൻ പിന്നെ ചോദിക്കുക. ദൈവമാകണമെങ്കിൽ 2ാമത്തെ ഗുണം ഏതാ? ഒരു വ്യത്യാസവും വരാൻ അനന്യൻ. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ എൽഡോ പാസ്റ്ററുടെ പഴയ ഫോട്ടോ കണ്ടാലും ഇപ്പോഴത്തെ ഫോട്ടോ കണ്ടാലും എന്തോ വന്നിട്ടുണ്ട്? 2ാമത്തെ കണ്ടീഷനും ദൈവം അനന്യനാ. ഈ ദൈവത്തിന് മനുഷ്യനാകാൻ ഒക്കത്തില്ല. ഇന്ന് ചിലരുടെ ധാരണ എന്തുവാ? ഈ ദൈവം എന്തുവായി? അതാ അവതാർ. ഹിന്ദുക്കളുടെ ഫിലോസഫിയിൽ അവതാർ പറയുന്നത് എന്താ? ഈ ദൈവം ആരാവുക? നമ്മുടെ വിശ്വാസത്തിൽ ഈ ദൈവത്തിന് എന്തോ അനന്യനായതുകൊണ്ട് എന്തോ ആകാൻ ഒക്കത്തില്ല, മനുഷ്യനാകാൻ ഒക്കത്തില്ല. യെരുശലേമിലും ഗലീലയിലും ആ നടക്കുന്ന തച്ചൻ ദൈവം മനുഷ്യനായതല്ല, മനുഷ്യന്റെ വേഷം ധരിച്ച് നടക്കുക. ആര്? സർവശക്തൻ. 3ാമത്തെ ഗുണം പറഞ്ഞാൽ സർവവ്യാപി. 4ാമത്തത് സർവശക്തൻ. 5ാമത്തത് സർവജ്ഞാനി. ഈ 5 ഗുണം ആരിലുണ്ടോ അവനാരാ? ദൈവം. സോ ഈ ദൈവത്തിന് മനുഷ്യനാകാൻ ഒക്കത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ജ്ഞാനം ഒന്ന് നോക്കിയേ, മനുഷ്യ വേഷം ധരിക്കുക. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന എക്സാമ്പിളാണ്. ഈ മനുഷ്യവേഷത്തിൻ്റെ അകത്താരാ? മനുഷ്യവേഷത്തിൻ്റെ അകത്താരാ? ദൈവപുത്രനല്ല, സർവശക്തനായ
ദൈവം സ്വയമേ ഈ മനുഷ്യവേഷത്തിന്റെ അകത്ത് എന്ത് ചെയ്യുക? അതുകൊണ്ടാ ഇതിന് നമ്മൾ കൊടുക്കുന്ന പേരെന്താ? ഇത് പറഞ്ഞേ, ഇതിപ്പോ ഇതിനെന്തുവാ പേര് കൊടുക്കുന്നത്? ഞാൻ ഒന്നുകൂടെ പറയാം. ഇതാരെ? ദൈവം. ഇതാരെ? പൂർണ്ണ മനുഷ്യൻ പറയുമ്പോൾ ദേഹം, ദേഹി, ആത്മാവ്. ഇത് പൂർണ്ണ മനുഷ്യനാ. പകുതി ദൈവം പകുതി മനുഷ്യനല്ല. ഇത് പൂർണ്ണ മനുഷ്യനാ. ഇതെന്താ പറഞ്ഞേ? ക്ലാസ്സാ. ഇതാരാ? ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് മക്കളും കേൾക്കണം, ചെറുപ്പക്കാരും പറയണം. ഇതാരെ? ഇതോ? ഇതോ? ഇതിനൊരു പേരുണ്ട്. പേര് പറഞ്ഞേ. ഇതാ ഇമ്മാനുവേൽ. ഇതിനാ ഇമ്മാനുവേൽ പറയുന്നത്. ദൈവം നമ്മളോട് കൂടെ എങ്ങനെ? മനുഷ്യന്റെ വേഷത്തിൽ, സർവശക്തനായ ദൈവം മനുഷ്യന്റെ വേഷത്തിൽ നമ്മുടെ മധ്യത്തിൽ പാർക്കുന്നു. ബെത്ലഹേമിന്റെ പുൽത്തൊട്ടിയിൽ ആണ്ട് ഇമ്മാനുവേൽ വന്നേക്ക്. ആരാണ്ട് അയച്ചതല്ല, സ്വയമേ വന്നതാ. എന്തിന്? ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാത്തതിന് നിവർത്തിക്കുവാൻ മനുഷ്യന്റെ. ആ രണ്ടാമത്തെ വാക്യം പിന്നെ വായിക്കാം. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും. വരണ്ട നിലം പറയുമ്പോൾ നാസറത്തിൽ അവിടെ താമസിക്കുന്ന ആ യോസേഫും മറിയയും അവരോട് അവരുടെ കഥ ചോദിച്ചാൽ യോസഫിന് പറയാനുള്ളത്, ഇസ്രായേലിൻ്റെ 41 രാജാക്കന്മാർ എൻ്റെ കുടുംബത്തിൽ വന്നതാ. 41 രാജാക്കന്മാർ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന. ഞാൻ ആ കുടുംബക്കാരനാ. ഞാൻ ദാവീദിൻ്റെ സന്തതിയാ. മറിയയോട് ചോദിച്ചാലും ആരുടെ സന്തതിയാ? ദാവീദിൻ്റെ. ഒന്ന് സലോമോൻ മുഖാന്തരം വന്നു, മറ്റേയാൾ നാഥാൻ മുഖാന്തരം. ഞങ്ങൾ രണ്ടും ദാവീദിൻ്റെ മക്കളാ. ഞങ്ങളുടെ അഡ്രസ് നാസറത്തല്ല, ഞങ്ങളുടെ അഡ്രസ് ബെത്ലഹേമാ. ഞങ്ങൾ അവിടത്തെയോറാ. പിന്നെ ജീവിതത്തിൽ ചില സാഹചര്യം വന്നുകൊണ്ട് ഞങ്ങൾ എവിടെ എത്തി? ഗലീലയിലെ നാസറത്തിൽ വന്ന് ഞാൻ തച്ചപ്പണി ചെയ്യുക. ഞാൻ ഇവിടുത്തുകാരനല്ല. അങ്ങനെ ഇല്ലയോ? അതുകൊണ്ടില്ലയോ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ ഒരു കൽപ്പന ഇറങ്ങിയത്? നിങ്ങൾ സ്വന്തം നഗരങ്ങളിൽ പോയി നിങ്ങളുടെ പേര് തക്ക സമയത്ത് എവിടെ എത്തി? ബെത്ലഹേം. യേശു ജനിച്ചത് എവിടെ? നാസറത്തിലല്ല, ദാവീദിന്റെ പട്ടണമാകുന്ന ബെത്ലഹേമിൽ തന്നെ ജനിക്കുക. പ്രവചനം അനുസരിച്ച്, കൃത്യപ്രവചനം അനുസരിച്ച് വന്നേക്കുക. പക്ഷെ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. വരണ്ട നിലം പറയുമ്പോൾ തച്ചപ്പണി ചെയ്യുന്നവന്റെ വീട്ടിൽ ഒന്ന് ശ്രദ്ധിച്ചേ, ആ മറിയെ നോക്കിയാൽ ദൂതൻ വന്ന് അവളോട് ഒരു സന്ദേശം അറിയിച്ചതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഷെയർ ചെയ്യുകയായിരുന്നു. ഒന്ന് ധ്യാനിക്കേണ്ട വിഷയം, യേശു മറിയ ഗർഭിണിയായി. അച്ചായനോട് എങ്ങനെ പറയും? നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നമ്മൾ ചിന്തിക്കാറുണ്ട്, യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രയോജനം എന്താ? അങ്ങനെ ചിലരുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, വിടുതലില്ല. വിടുതൽ എന്ന് കിട്ടും? പണ്ട് ഭയങ്കര ആരാധനയായിരുന്നു, ഇന്നിപ്പം ആരാധനയും ഇല്ല. ആ മറിയ സഹോദരിയോട് ചോദിച്ചേ, യേശു അവളുടെ ജീവിതത്തിൽ വന്നുകൊണ്ട് വന്ന പ്രയാസം, അവൾ അനുഭവിച്ച കണ്ണുനീര്, അവൾ അനുഭവിച്ച വേദന ഈ ലോകത്തിൽ വേറെ ആരും അനുഭവിക്കത്തില്ലെന്നേ. അവൾ ഏത് പാപം ചെയ്താ, ഞാൻ ഏത് തെറ്റ് ചെയ്താന്നേ, ഞാൻ എൻ്റെ ഭർത്താവിനോട് എങ്ങനെ പറയും? ഞാൻ എത്ര പറഞ്ഞാലും അദ്ദേഹം സമ്മതിക്കത്തില്ലെന്നേ.
അത് യോസഫിന്റെ തെറ്റല്ല. മറിയ, നീ പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നേ? നിനക്കൊരു ദൂതൻ വെളിപ്പെട്ടു, അത് കഴിഞ്ഞ് നീ ഗർഭിണിയായി, ഞാനത് വിശ്വസിക്കണോ? ഞാൻ അത്ര പൊട്ടനാണോ? വന്നേക്കുന്നത് ആരാ പറഞ്ഞേ? മറിയയും യോസഫിന്റെ കുടുംബജീവിതം തകർക്കാൻ വന്നേക്കുന്നത് ആര്? ഇല്ലേ? അവന്റെ കുടുംബജീവിതം തകർന്നോ? ആർ കാരണം? നമ്മൾ ചിന്തിക്കുന്ന യേശു വന്നാൽ എനിക്ക് എന്തോ കിട്ടും? അനുഗ്രഹമാ. ഇവിടെ കുടുംബത്തെ തകർത്തുന്നേ. ദൂതൻ ചെന്ന് യോസഫിനോട് ഒന്നും പറഞ്ഞില്ല. യോസഫ് തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാ ദൂതൻ ചെന്ന് പറയുന്നത്, അവളെ എന്തോ ചെയ്തോണം? വന്നേക്കുന്നത് ആരാ? ഇനി അടുത്തത്, ഈ യോസഫ് വേറെ ആരെയും വെളി ലോകം ആരും അറിയുന്നില്ല. യോസഫും മറിയം ആ കൊച്ചിനെ നോക്കുമ്പോൾ ഇത് ഏതാ? ഒന്ന് ചിന്തിച്ച്. നമ്മൾ ആ സ്ഥാനത്തിലായിരുന്നെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ മോക്ക് ഒരു മോനുണ്ടായപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. കൊച്ചു പ്രസവിച്ചോണ്ടത് ഞങ്ങൾ രാവിലെ പോയി, ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മോളുടെ മോനാ, ഞാനും എമി അവിടെ ഉണ്ട്. പക്ഷെ യോസഫോ മറിയോ ഭയങ്കര സന്തോഷമാ. പറഞ്ഞാട്ടെ, യോസഫും മറിയയ്ക്ക് ഭയങ്കര സന്തോഷമാണോ? അവരെന്തോ പറയുന്നേ? മറിയ പറയുന്നത് ഇത് എൻ്റേതല്ല, യോസഫ് പറയുന്നത് ഇത് എൻ്റേതും അല്ല. പിന്നെ ഇതാര്? ഇളയ തൈ പോലെ വന്നേക്കുക. മാനവജാതിയെ രക്ഷിക്കാൻ വേണ്ടി ഒടുവിലത്തെ ആദാം ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞു. ഒന്ന് ധ്യാനിച്ചേ. നമ്മളെ തൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷയിന്ന്, വിധിന്ന് രക്ഷപ്പെടുത്താൻ സ്വയമേ ഒരു ഇളയ തൈ പോൽ വന്നു. മുമ്പേയും വന്നിട്ടുണ്ട്, ഇതാദ്യമായിട്ടല്ല വരുന്നത്. ഈ വന്നേക്കുന്നവൻ ആദാമും ഹവ്വയുടെ കൂടെ ഏദൻ തോട്ടത്തിൽ നടന്നവനാ. ഈ വന്നേക്കുന്നവന്റെ പിതാവല്ല ഏദൻ തോട്ടത്തിൽ നടന്നത്, ഇവൻ സ്വയമേ നടന്നവനാ. പിതാവാണെങ്കിൽ ഓക്കെ, ഞങ്ങൾക്ക് സ്വീകരിക്കാം. പക്ഷെ ഇത് സ്വീകരിക്കാൻ കഴിയത്തില്ല. സീനായി മലയിൽ വന്നവൻ, അന്ന് സീനായി മല കുലുങ്ങി, പുക കൊണ്ട് നിറഞ്ഞു. 32 ലക്ഷം ജനം ജീവൻ എടുത്തുകൊണ്ട് ഓടിയതാ. അവൻ സ്വയമേ വന്നതാ. യാക്കോബിനോട് മത്സരിച്ചവനില്ലയോ? അബ്രഹാമിന്റെ വീടിന്റെ കൂടാരത്തിന്റെ വെളിയിലിരുന്ന് ഇസ്രായേലിന്റെ പിതാവിന്റെ കൂടെ എന്തോ കഴിച്ചതാ? ആഹാരം കഴിച്ചതാ. ആലയത്തിൽ ചെന്ന പെട്ടകം തുറന്ന് അതിൻ്റെ അകത്ത് വെച്ചേക്കുന്ന 2 കൽപ്പലക, അതിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയാൽ ഇവൻ്റെ ഹാൻഡ് റൈറ്റിംഗാ, വേറെ ആരുടെയും അല്ല. ചിന്തിച്ചേ. മറിയ ഈ കൊച്ചിനെ എടുത്തോണ്ട് എങ്ങോട്ട് പോവുക? 40-ാം ദിവസം ആലയത്തിലേക്ക് പോവുക. ആലയത്തിൽ ഈ സ്ത്രീയുടെ കൈ ഇരിക്കുന്ന ആ ശിശു ആരാ? അതിവിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നവൻ. തന്നെ താനെ എത്ര താഴ്ത്തി. അതുകൊണ്ടാണ് നമ്മൾ ആ കർത്താവിൻ്റെ ആ സ്വഭാവം മനസ്സിലാക്കി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ക്രിസ്തുവിനെ അറിഞ്ഞവൻ തന്നെ താനെ പുകഴ്ത്തുവാൻ ആ ചിന്ത വരത്തില്ലെന്നേ. ക്രിസ്തുവിനെ അറിഞ്ഞതാണെങ്കിൽ ലോകം എന്നെ കാണല്ലേ, ക്രിസ്തുവിനെ മാത്രം കണ്ടാ മതി. ഈ നിഗളം വരുന്നോണ്ട്, പാപം വരുന്നോണ്ട് നമ്മൾ ആൾക്കാരുടെ മുമ്പേ നമ്മളെ തന്നെ കാണിക്കാൻ ശ്രമിക്കുന്നത്. 8-ാം ദിവസം പരിച്ഛേദന എടുത്തതാ. ആ കൊച്ചിനെ ഒന്ന് നോക്കിയേ. പരിച്ഛേദനയുടെ ആവശ്യമുണ്ടോ? അബ്രഹാമിനോട് ചെയ്ത, ഇസ്രായേൽ മക്കളോട് ചെയ്ത ഉടമ്പടിയുടെ ഒരു അടയാളമില്ലയോ? പ്രമാണത്തിൻ്റെ കീഴെ വന്നു. 8-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. റോമൻസ് 8:3.
ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. 4-ാമത്തെ വാക്യം വായിച്ചേ. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് നമുക്ക് വേണ്ടി വില കൊടുത്തത്. ആ വില നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതാ പിന്നെയും പിന്നെയും നമ്മളെ അവൻ്റെ മേശയുടെ മുമ്പേ നമ്മളെ വിളിക്കുന്നത്. നിനക്കറിയാമോ നിനക്ക് വേണ്ടി ഞാൻ കൊടുത്ത വില? നിന്നെ സൃഷ്ടിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നിന്നെ വീണ്ടെടുക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി കൊടുത്ത വില. നമ്മളീ ദൈവം ആവശ്യപ്പെടുന്ന എന്താ? ആരാധനയല്ല, സ്തോത്രാഴ്ചയല്ല, നീ എന്നെ സ്നേഹിക്കുമോ? അത് മാത്രമാ നമ്മുടെ മണവാളൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്നെ ഇത്രയും സ്നേഹിച്ചു, ആത്മാർത്ഥമായി എന്നെ മാത്രം നീ സ്നേഹിക്കുമോ? ഇന്ന് നമ്മളിവിടെ വചനം ധ്യാനിക്കും. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോവുക, പാട്ടുപാടി ബ്രേക്ക് എടുക്കുന്നതിന് മുമ്പേ നമുക്ക് ആ ബെത്ലഹേമിൻ്റെ പുൽത്തൊട്ടി ഒന്ന് ധ്യാനിക്കാം. നമ്മൾ എത്ര പ്രാവശ്യം ഇതിൽ നിന്ന് പങ്കെടുത്തതാ? എത്ര പ്രാവശ്യം അപ്പം മുറിച്ചതാ? എത്ര പ്രാവശ്യം വീഞ്ഞു കുടിച്ചതാ? കർത്താവിൻ്റെ വരവ് അടുത്തു. നമ്മുടെ മണവാളൻ വരാറായി. മണവാളൻ വരാറായി. ഇന്നലെ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ കേട്ടല്ലോ, ഈ ക്യാഷ് വരുന്നുണ്ട്, ഡിജിറ്റൽ കറൻസി വരുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അത് റൂമർ അല്ല, അതറിയാതെ ലീക്കായി പോയ ഒരു സംഭവമാണ്. ഡിജിറ്റൽ ക്യാഷ് വരുന്നുണ്ട്. ഡിജിറ്റൽ ക്യാഷ് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ പിന്നെ നാളെ എന്തോ കാണത്തില്ല, നോട്ട് കാണത്തില്ല. ഇതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ അടയാളം. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ലോക സംഭവങ്ങളെല്ലാം നമ്മളെ വിളിച്ചറിയിക്കുന്നു, മണവാളൻ വരാറായി. സ്നേഹം, മണവാളനെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ബെത്ലഹേമിൻ്റെ പുൽത്തൊട്ടി, അവിടെ യോസേഫും മറിയ നിൽക്കുക, ഇളയ തൈ പോലെ. ഹല്ലേലൂയ. നമുക്ക് ജ്ഞാനമുണ്ട്, അറിവുണ്ട്. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചാൽ ഭൂതങ്ങൾ ഓടുന്നേ. എനിക്ക് കിട്ടിയ നാമത്തിൻ്റെ വില എനിക്ക് മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ആ നാമത്തെ വിയോജിക്കുന്നുണ്ടോ? ഒരസുഖം വരുമ്പോൾ സ്തോത്രം പറഞ്ഞുകൊണ്ടാണ് ആ കട്ടിലിൻ്റെ അടുത്ത് വെച്ചേക്കുന്ന ആ ഗുളി വയലിട്ട് വെള്ളം കുടിക്കുന്നത്. ഒരു നാമം കിട്ടിയവനല്ലയോ? പ്രാർത്ഥിച്ചാൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ, വിശ്വാസികൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പൂർണ്ണ സൗഖ്യം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചാൽ. നമ്മുടെ മുമ്പ് എത്ര രോഗികളുണ്ട്? ആ നാമം എടുക്കുവാനുള്ള പ്രാഗൽഭ്യമുണ്ടോ? ഹല്ലേലൂയ. ഞാൻ MBBS ചെയ്തിട്ടില്ല, മെഡിസിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ബ്ലഡ് ടെസ്റ്റും ഷുഗർ ടെസ്റ്റ് വേണ്ട. യേശുവിൻ്റെ നാമത്തിൽ രോഗം വിട്ടുമാറാൻ കൽപ്പിച്ചാൽ അത് വിട്ടുമാറുമോ?
യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം ഇന്നുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആശുപത്രിയുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അത് നമുക്കല്ല. യേശുവിനെ അറിയാത്തവർക്ക് വേണ്ടിയാത്. ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ നടന്നു, അവരുടെ നിഴല് വീണു, രോഗികൾ സൗഖ്യമായി. അവരുടെ നിഴലിൽ സൗഖ്യമുണ്ടായിരുന്നു. നമ്മുടെ പോലത്തെ സാധാരണക്കാരാ, മീൻ പിടിക്കുന്നവരാ, അവരുടെ ആ നിഴലിൽ അത്ര അധികാരം എങ്ങനെ വന്നു? ഹല്ലേലൂയ. നമുക്ക് എവിടെ ക്ഷീണം സംഭവിച്ചത്? ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർക്ക് പഠിത്തമില്ലായിരുന്നു, അതൊരു അനുഗ്രഹമാ. പഠിത്തമുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പാട്ടുകൾ കിട്ടത്തില്ല. കൂടുതൽ പഠിത്തമില്ല, കാലിൽ ചെരുപ്പില്ല, വണ്ടിയില്ല. അവർ കൺവെൻഷനൊക്കെ പോകുമ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു, രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു, കയ്യിൽ വിളക്കായിരുന്നു, ടോർച്ച് പോലും ഇല്ല. പക്ഷെ അവർ കൺവെൻഷന് പോകുമ്പോൾ പാട്ടുകൾ പാടിക്കൊണ്ടാ പോയത്. ഹല്ലേലൂയ. അവർ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചു. നമുക്ക് ചരിത്രമുണ്ട്. അനുഭവമില്ലെങ്കിൽ നമ്മുടെ തലമുറ എവിടെ ആയിരിക്കും? നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചരിത്രമുണ്ട്. വെള്ളക്കാരങ്ങനെ നടന്നു എന്നല്ല, നമ്മുടെ അപ്പച്ചന്മാർ നടന്നതാ. ഹല്ലേലൂയ. പാതാളമേ, മരണമേ, നിന്റെ ജയം എവിടെ? ഹല്ലേലൂയ. നമുക്ക് ആ അനുഭവം വേണം. നമ്മുടെ മക്കൾ, നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച ആ കാര്യം അവർ കാണണം. അല്ലെങ്കിൽ നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടതാ. നമുക്ക് ഈ ദിവസം അതിനുവേണ്ടി കരയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ ദൈവം തന്റെ വചനത്തെ സ്ഥാപിച്ചു. ഹല്ലേലൂയ. 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 നമ്മുടെ കുറവ് നമ്മൾ നമ്മുടെ പിതാവിനോട് ഏറ്റു പറയാം. എനിക്ക് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി, ആദ്യ നൂറ്റാണ്ടിൽ അനുഭവിച്ച ആ ശക്തി എനിക്കും വേണം. ആ ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ ബന്ധനങ്ങളെല്ലാം പൊട്ടുന്നേ. ഹല്ലേലൂയ. 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 വാ തുറന്ന് നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാമോ? എനിക്ക് ആ നാമം കിട്ടി. എന്റെ ബാങ്കിൽ പൈസ ഇല്ല, എനിക്ക് വലിയ വീടില്ല, പക്ഷെ എന്റെ കയ്യിൽ ഒരു നാമമുണ്ട്. ആ നാമം ഉച്ചരിക്കുവാൻ എനിക്ക് അധികാരവും തന്നിട്ടുണ്ട്. ഞാൻ ദൈവത്തിന്റെ മകനാ, ഞാൻ അവകാശിയാ. ഹല്ലേലൂയ. 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 Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു. കർത്താവേ, നീ ആരാധനയ്ക്ക് യോഗ്യൻ, നീ സ്തുതിക്ക് യോഗ്യൻ. കർത്താവേ,
Hallelujah. Hallelujah. Shabdalabila ba 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 shabdalaba. Mina bala 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 re bino ba 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 shebole badule bole bara bala ba te bole ba 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 re bino bola. Hallelujah. La bine bole bara bala ba te bole ba 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 ba. Hallelujah. 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 La bina bala bala be ba 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 la bala bala bala. Hallelujah. കർത്താവേ, എന്റെ ശുശ്രൂഷയ്ക്ക് ഒരു വ്യത്യാസം വേണം. Hallelujah. 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 എന്റെ നടപ്പിന് ഒരു വ്യത്യാസം വേണം. എനിക്ക് പൂർണ്ണ വിടുതൽ അനുഭവിക്കണം. ബന്ധനങ്ങളെല്ലാം മാറണം. അതിന്റെ കെട്ടെല്ലാം പൊട്ടണം. നിന്റെ ആത്മാവ് എന്റെ ജീവിതത്തിന്റെ പൂർണ്ണ നിയന്ത്രണം എടുക്കണമേ കർത്താവേ. ഇനി ഞാൻ ബന്ധനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏത് ബന്ധനമായിക്കോട്ടെ, എനിക്ക് പൂർണ്ണ വിടുതൽ വേണം കർത്താവേ. ഞാൻ നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. 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 എന്റെ ബാഹ്യ ശരീരം ക്ഷീണിക്കുവാണെങ്കിലും എന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ഹല്ലേലൂയ. 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 സ്തോത്രം. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. Thank you, Jesus. Thank you, Jesus. Hallelujah. Hallelujah. സ്തോത്രം. Hallelujah. കർത്താവേ, എനിക്ക് ഒരു പുതിയ അഭിഷേകം, ആ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിക്കണം കർത്താവ്. നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവെ, ഞാൻ ഒത്തിരി പോയിന്റുകൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് പോയിന്റ് അല്ല, എനിക്ക് ആ ശക്തി അനുഭവിക്കാൻ. ഹല്ലേലൂയ. ഇനി എനിക്ക് നീ എത്ര ആയുസ് വെച്ചിട്ടുണ്ട് ഞാൻ അറിയുന്നില്ല. നിന്റെ വരവടുത്തു കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറെ നാളുകളായി ഞാൻ ശുശ്രൂഷിക്കുന്നു. എന്റെ ശുശ്രൂഷയ്ക്ക് ഒരു വ്യത്യാസം വേണം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ബന്ധനങ്ങളുണ്ട് കർത്താവേ. അതിന്റെ കെട്ടെല്ലാം എനിക്ക് മാറ്റാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ആ തീന്റെ ഒരു സ്നാനം എനിക്ക് വേണം. ഞാൻ അന്യഭാഷയിൽ തൃപ്തിപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവ്. പരിശുദ്ധാത്മാവിന്റെ ആ തീന്റെ സ്നാനം എനിക്ക് വേണം. ആഴമായ ആ അനുഭവം ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളിൽ ആരെങ്കിലും പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷയുടെ അടയാളം ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലെങ്കിൽ യാചിച്ചാൽ ദൈവാത്മാവ് ഈ മൺകൂടാരത്തിന്റെ നിയന്ത്രണം ഇപ്പം എടുക്കും. സിംസോനിൽ വെളിപ്പെട്ട ആ ശക്തി ഈ ശരീരത്തിൽ വെളിപ്പെടുന്നു. ഇതൊരു കഥയല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ബാഹ്യമായി ശരീരത്തിൽ ഏത് രോഗമായിക്കോട്ടെ,
അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ഹല്ലേലൂയ. സ്തോത്രം. ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളെക്കാട്ടും പഠിത്തവും ധനവും കഴിവുകളുള്ളവർക്ക് ഈ സത്യം നീ അവർക്ക് ഈ സത്യം വെളിപ്പെട്ടിട്ടില്ല. നീ ഞങ്ങൾക്ക് ഈ സത്യം വെളിപ്പെടുത്തി തന്നേനായി സ്തോത്രം. ഞങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ, ഞങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. ഞങ്ങൾക്ക് ഈ നാമം നീ തന്നേനായി സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഞങ്ങളിൽ ആരെങ്കിലും ഇതുവരെ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അനുഭവം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ആ അനുഭവം പ്രാപിച്ചിട്ട് പോകുവാൻ അനുവദിക്കാവൂ കർത്താവേ. ഞങ്ങളെല്ലാവരും നിന്റെ ആത്മാവിന്റെ നദിയിൽ അതിന്റെ ആ സന്തോഷം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങളുടെ നിരാശകളെല്ലാം മാറി കർത്താവേ, സാത്താൻ ഒത്തിരി പ്രാവശ്യം ഞങ്ങളെ നിരാശപ്പെടുത്തിയതാ. ഇന്ന് പൂർണ്ണ ജയത്തോടെ അധികാരത്തോടെ ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. എല്ലാ മാനമഹത്വം നിനക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.